നിങ്ങൾ ആലോചിക്കും ഇത് എന്ത് ചട്നിയാണ്? ഇത് പുതിനയുടെ ചട്നി. ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന പുതിനയുടെ ചട്നി. വളരെ ഈസിയാണ്. ഇപ്പൊ സമയം കളയണ്ട, ഉടനെ എവിടേക്ക് പോവാം? ജോസ് മോസിസ് കിച്ചൺ. ഈ ചട്നി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വേണമെങ്കിൽ അതിന്റെ റെസിപ്പിയും എന്റെ ചാനലിൽ എടുപ്പുണ്ടോ. ചിക്കൻ ടിക്കറ കൂടെയൊക്കെ ഒന്ന് മുക്കി കഴിക്കാനായിട്ട്. ഒരു ബ്ലെൻഡറിലേക്ക് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഒരു 3 ക്ലോസ് വെളുത്തുള്ളി, 8 ഗ്രീൻ ചില്ലി. എരിവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. 1/2 കപ്പ് നാളികേരം ചിരകിയത്, 1/2 സ്ലൈസ്ഡ് സബോള, 1/2 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിനയുടെ ഇല. ഇതെല്ലാം ഒരു ബ്ലെൻഡറിലേക്ക് കൊണ്ട് ഇടാം. അതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൊണ്ട് ഒഴിക്കാം. അത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടും ഫൈനായിട്ടാണ് പേസ്റ്റ് അടിച്ചെടുത്തേക്കാം. ഒരു ബോളിലേക്ക് മാറ്റാം. അതിലേക്ക് 1 കപ്പ് തൈര് അങ്ങോട്ട് ചേർത്തേക്കാം. ഇനി അതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്തേക്കാം. അതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അതിൻ്റെ മെയിൻ ടേസ്റ്റിങ്ങിന് നമുക്കത് അങ്ങോട്ട് താളിച്ചേക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുതാളും, 1/2 ടീസ്പൂൺ കടുക് കണ്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പീസ് ഉണക്കമുളക്, അതും ഇട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ് തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇങ്ങനെ അങ്ങോട്ട് ചിറ്റിക്കുക. നല്ല അടിപൊളി സ്മെല്ല് വരും. ആ നമ്മുടെ ടെമ്പറിങ് അതിൻ്റെ മുകളിലേക്കാണ്ട് ഒഴിച്ചേക്കാം. നമ്മുടെ ചട്നി നേരത്തെ റെഡിയാക്കി വെച്ചാൽ അതിൻ്റെ മുകളിലേക്കാണ്ട് ഒഴിച്ചേക്കാം. അത് കഴിഞ്ഞാൽ അത് മൊത്തം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ദോശയ്ക്കും ഇഡ്ലിക്കും വേണ്ടിയുള്ള ചട്നി റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളും വളരെ ഈസിയും വളരെ ടേസ്റ്റിയും ഫ്രഷായ ചട്നി. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.